വിനീഷ് ഭായ് നമസ്കാരം. ഷാഫി പറമ്പിൽ കിങ് അല്ല കിങ് മേക്കർ ആണെന്നാണ് യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. വർഷങ്ങളോളം ഈ പാലക്കാട് മാധ്യമപ്രവർത്തകർ 1.5 വർഷക്കാലം പാലക്കാടുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തനം നടത്തുന്ന ആളാണ്. എന്താണ് ഈ ഷാഫി പറമ്പിൽ മാജിക്? അദ്ദേഹം ചെല്ലുന്നിടത്തൊക്കെ വലിയ ജനക്കൂട്ടമാണ്, തൊടുന്നതെല്ലാം പൊന്നാണ്. എന്താണ് ഷാഫി പറമ്പിൽ കാണിക്കുന്ന ഒരു മാജിക്? അത് ഷാഫിയുടെ ഒരു സംഘടനാ തലത്തിൽ തന്നെ ഷാഫി പ്രവർത്തിക്കുന്ന കാലം മുതൽ തന്നെ ആ ഒരു വിഭാഗത്തെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു നേതാവായിരുന്നു. അപ്പോൾ അയാൾ KSUവിൽ വരുന്നു, അതിനുശേഷം യൂത്ത് കോൺഗ്രസ്സിൽ വരുന്നു. ഒപ്പം നിൽക്കുന്നവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള നമ്മുടെ ലീഡർ കരുണാകരൻ്റെ ലൈനാണ് യഥാർത്ഥത്തിൽ. ഭയങ്കര ഉമ്മൻചാണ്ടി ഭക്തനാണെങ്കിൽ പോലും ചില കാര്യങ്ങളിൽ അങ്ങനെ ഒരു കരുണാകരനായി മാറാറുണ്ട്. കരുണാകരനൊക്കെ അപ്പുറത്ത് എനിക്കത് പറയാൻ ഇഷ്ടം സുധാകരനായി മാറാറുണ്ടെന്ന് പറയുന്നതാണ് എനിക്കിഷ്ടം. സുധാകരനെ നടന്നാലും നടന്നില്ലെങ്കിലും ഞാൻ പറയും, ഇപ്പം ബൈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ചേലക്കരയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് അടിയേറ്റു. അപ്പോൾ മാധ്യമങ്ങൾ വിഷ്വൽ പകർത്തിക്കൊണ്ടിരിക്കുമ്പോഴും സുധാകരൻ ഫോണിൽ പറഞ്ഞെന്താ, ഞാൻ അങ്ങോട്ട് വരട്ടാ, വന്നിട്ട് നമുക്ക് തിരിച്ചടി കൊടുക്കാമെന്ന സുധാകരൻ പറഞ്ഞു. നടന്നില്ല, അത് രണ്ടാമത്തെ. പക്ഷെ അത് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് പാർട്ടിക്കാർക്ക്. ആ ഒരു സാധനം ഷാഫി പറമ്പിലെ കൂടെ പ്രവർത്തിക്കും. അതെ, ഷാഫി പ്രൊട്ടക്ട് ചെയ്യുമെന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ജയിക്കുന്നതും ഷാഫിയേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിന് അവിടെ ജയിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കിട്ടുന്നതും. അതെ, എന്തൊക്കെ കോലാഹലങ്ങളാണ് അന്ന് അത് ഷാഫി അതിൽ അതായത് ഈ വടകരയിലേക്ക് പറഞ്ഞപ്പോൾ ഷാഫിക്ക് തുടക്കത്തിൽ താല്പര്യമില്ലായിരുന്നു. AK ആന്റണി ഉൾപ്പെടെയുള്ള ആളുകൾ വിളിച്ചിരുന്നു ഷാഫിയെ. അത് ഷാഫി അന്ന് വെച്ചിരിക്കുന്ന ഡിമാൻഡ് പ്രധാനമായും ഈ രാഹുലിന് പാലക്കാട് കൊടുക്കണം എന്നുള്ളതായിരുന്നു വെച്ചിരിക്കുന്നത്. അതായത് തൻ്റെ ഉയർച്ചയേക്കാൾ അല്ലെങ്കിൽ തനിക്ക് ഇന്നത് വേണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടാവുമായിരിക്കും. മറ്റെന്തെങ്കിലും ഓഫറുകളൊക്കെ ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അപ്പോഴും അത് എടുത്ത് മാധ്യമങ്ങളിലെല്ലാം വാർത്തയായതും ഒക്കെ ഈ രാഹുലിന് കൊടുക്കണം എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ രാഹുലിന് ഇപ്പോൾ സരിൻ അവിടെ നിന്ന് പോകാനുള്ളൊരു കാരണം, കുറേ കാലമായിട്ട് സരിൻ ആഗ്രഹിച്ച ഒരു സ്ഥലം കൂടിയായിരുന്നു. അവിടെ നിന്ന് സരിൻ പോകാനൊക്കെ ഉള്ളൊരു കാരണം അത് തന്നെയായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ആണ് ഷാഫി എന്ന് പറഞ്ഞാൽ ഷാഫിയോട് നിന്ന് ജയിപ്പിച്ചെടുത്തു. ഷാഫി പാർട്ടിയോട് പറഞ്ഞിരിക്കുന്ന, കോൺഗ്രസിനോട് പറഞ്ഞിരിക്കുന്ന, നേതൃത്വത്തോട് പറഞ്ഞിരിക്കുന്ന വാക്കു പാലിച്ചു എന്ന് തന്നെ നമുക്ക് പറയണം. അത് കുറച്ചും കൂടെ ഭംഗിയായി ചെയ്തു എന്നുള്ളതാണ്. അതിന് പാർട്ടി ഗ്രൂപ്പ് തർക്കങ്ങൾ മറന്ന് ഒരുമിച്ച് നിന്നു. അതിന് സരിനൊരു കാരണമായി എന്നാണ് ഞാൻ നോക്കിക്കാണുന്നത്. കാരണം അല്ല, പാലക്കാട് ഗ്രൂപ്പ് തർക്കങ്ങളുണ്ട്. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നതിനെതിരെ ഒരു വിഭാഗമുണ്ട് അവിടെ. അതായത് അവിടെ തങ്കപ്പനാണ് അവിടുത്തെ DCC പ്രസിഡന്റ്. അയാളുടെ നേതൃത്വത്തിൽ ഒരു ടീമിനൊന്നും തുടക്കത്തിൽ താല്പര്യമില്ലായിരുന്നു. കാരണം പാലക്കാട് നിന്ന് തന്നെയുള്ള ഒരാളെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളൊരു ആവശ്യം കോൺഗ്രസിലെ ഒരു വിഭാഗം ചോദിച്ചതാണ്. പക്ഷേ ഷാഫിക്ക് നേതൃത്വം കൊടുത്തിരിക്കുന്ന ഉറപ്പ് പാലിക്കപ്പെടുക എന്നുള്ളത്, ആ ഉറപ്പ് ഒട്ടും ജനാധിപത്യപരമല്ല എന്ന് തന്നെയായിരുന്നു ഈ പറഞ്ഞ വിഭാഗം പറയുന്നത്. കാരണം ഒരു നേതാവിനോട് പറയുകയാണ്, പാർട്ടിയാണ് അയാളെ, ഷാഫിയെ പോലുള്ള ആളെ ഷാഫി ആക്കിയത് പാർട്ടിയാണ്, അയാൾ ഇവിടുന്ന് മറ്റൊരു സ്ഥലത്ത് പോയി മത്സരിക്കണം എന്ന് പറഞ്ഞാൽ അയാൾ അനുസരിക്കണം. ഇപ്പോൾ K രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം വരെ ത്യജിച്ചതിന് ശേഷമാണ് ആലത്തൂർ പോലൊരു സ്ഥലത്ത് മത്സരിക്കുകയും ജയിക്കുകയും ഒരു ഗുണവുമില്ല എന്നുള്ളത് പുള്ളിക്കറിയാം. അവിടെ MP ആയി നിന്നിട്ട് യാതൊരു ഗുണം, മന്ത്രിയും MP തമ്മിൽ 2 വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലല്ലോ. കാരണം അയാൾ അങ്ങനെ മന്ത്രിയായി നിൽക്കുന്നൊരു സമയത്താണ്. അപ്പോൾ അതുപോലെ തന്നെ അന്നേരം ഈ ഷാഫി ആവശ്യപ്പെട്ടത് ഇതാണ്, അത് അവർ കൊടുത്തു. അത് ഒരു പാർട്ടിക്കകത്ത് ഒട്ടും ജനാധിപത്യമില്ല, ഒരു സംഘടനാപരമായ വീഴ്ചയാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള വിലയിരുത്തലുണ്ടായി. എങ്കിലും അതെല്ലാം മറികടക്കാൻ ഷാഫിക്ക് കഴിഞ്ഞു. നമുക്കറിയാം, ആ ഒരു മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അവിടെ പാലക്കാട് നഗരസഭ പൂർണ്ണമായും BJPക്ക് അനുകൂലമാണ്. കാരണം BJPക്ക് അത്രയും ഹോൾഡുള്ള സ്ഥലമാണ് അവിടെ. പിന്നെയുള്ളത് മാത്തൂർ പഞ്ചായത്തും പിരായിരിയാണ്. ഈ 2 സ്ഥലങ്ങൾ UDFന് സ്വാധീനമുള്ള സ്ഥലങ്ങളാണ്. സ്വാധീനം എന്ന് പറഞ്ഞാൽ അതിഭീകരമായ സ്വാധീനം എന്നൊന്നും പറയാൻ കഴിയില്ല. ഇവിടെയൊക്കെ BJPക്ക് അത്യാവശ്യം വോട്ടുകളുള്ള സ്ഥലം. പിന്നൊന്ന് കണ്ണാടി പഞ്ചായത്താണുള്ളത്. ഈ കണ്ണാടി പഞ്ചായത്തും LDFൻ്റെ കൂടെയാണ് നിൽക്കുന്നതാണ്. ഈ സ്ഥലത്താണ് ഷാഫി നിൽക്കുന്നത്. അതായത് ഷാഫി 3 തവണ ഇവിടെ നിന്ന് ജയിക്കുന്നു. ഏറ്റവും അവസാനം കപ്പിനും ചുണ്ടിനുമിടയിൽ ശ്രീധരന് നഷ്ടപ്പെട്ടു, മെട്രോമാൻ തോൽക്കുക ചെയ്യുന്നത്. കാരണം മെട്രോമാൻ അവിടെ കിട്ടിയിരിക്കുന്നത് BJP ഇപ്പോൾ കൃഷ്ണകുമാറിന് പകരം അങ്ങനത്തെ ഒരു സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ വലിയ സാധ്യതകൾ ഉണ്ടാവുമായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ. കാരണം അത്രയും പണം ഇറക്കി കാടിളക്കിയുള്ള പ്രചരണം എന്നൊക്കെ പറയാം നമുക്ക്. ഈ ശ്രീധരൻ എന്ന് പറയുന്ന കഴിഞ്ഞ തവണ പാലക്കാട് ഇത്രയും വോട്ട് വാങ്ങിയ ഒരാളെ ഒരു വേദിയിൽ പോലും കൊണ്ടുവരാൻ BJPക്ക് ഇത്തവണ സാധിച്ചില്ല എന്നുള്ളതും ഒരു വലിയ താല്പര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ സെലിബ്രിറ്റികളായ പല ആളുകളും BJPക്ക് ഒപ്പം പോയി. അവരാവശ്യപ്പെട്ട് കൂടെ നടക്കും. ഇപ്പം മേജർ രവിയെ പോലുള്ളവർ കൂടെ നടക്കുന്നുണ്ട് എന്നല്ലാണ്ട് ബാക്കിയുള്ളവരൊക്കെ എവിടെയെന്നൊരു ചോദ്യമുണ്ട്. എത്രയോ പേരെ ഇവർ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരാക്കി, ഒരുപാട് പേരെ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരാക്കി, സെലിബ്രിറ്റികളൊക്കെ. ഇതിനെ പത്മജ വേണുഗോപാലിനെ കൊണ്ടുവന്നൊരു വേദിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിപ്പിക്കാൻ BJPക്ക് സാധിച്ചില്ല എന്നുള്ളത് BJPയുടെ വലിയ പരാജയമായിട്ട് നമ്മൾ കാണേണ്ടതാണ്. ഇപ്പം നമ്മൾ ഈ ഷാഫി പറമ്പിലേക്ക് തിരിച്ചു വന്നറിയാം. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അവിടുത്തെ എൻട്രിയൊക്കെ കൃത്യമായി ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
നവകേരള ന്യൂസിന് വേണ്ടിയിട്ട് ഞങ്ങളത് റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കണ്ടത് അവിടെ വടകരയിലെ ആവേശം പോലെ തന്നെയായിരുന്നു പാലക്കാട് നിന്ന് ഇദ്ദേഹത്തിനൊപ്പം യാത്ര ചെയ്ത് വന്ന കുറേ പ്രവർത്തകരുണ്ടായിരുന്നു. ഇവരുടെ ഒരു കരച്ചിലുമുണ്ട്. ഇവർ അവസാനം പറഞ്ഞൊരു ബൈറ്റ് ഇപ്പോഴും നവകേരള ന്യൂസിൻ്റെ ഫീൽഡിലുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞങ്ങൾക്ക് ഇപ്പോൾ സന്തോഷമായി, ഞങ്ങൾ തിരിച്ചു പോവുക, കാരണം ഞങ്ങളെക്കാൾ ഷാഫി സ്നേഹിക്കുന്ന ഒരു വലിയ ജനത വടകരയിലുണ്ട് എന്ന് പറയും. അപ്പോൾ വടകരയിലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിപ്പോർട്ടുകളൊക്കെ കാണുമ്പോൾ വെളുപ്പാങ്കാലത്ത് 3 മണിക്കും 4 മണിക്കൊക്കെ ഷാഫി പറമ്പുള്ള സ്വീകരണ പരിപാടിക്ക് വലിയ ജനസഞ്ചയം കൂടി നിൽക്കുക. ഇന്നിൻ്റെ കാലത്ത് പിണറായി വിജയൻ വരുന്നു എന്ന് പറഞ്ഞാൽ പോലും ഈ വേദികൾ നിറയ്ക്കാൻ വലിയ പാടാണ്. നരേന്ദ്രമോദിയൊക്കെ കേന്ദ്രത്തിൽ നിന്ന് വന്ന ആളെ കിട്ടുന്നുണ്ട്, രാഹുൽ ഗാന്ധി വന്നാലും ആളെ കിട്ടുന്നുണ്ട്, അവിടെ ഇവിടെയൊക്കെ ആളെ കിട്ടുന്നുണ്ട്. ഈ പിണറായി വിജയൻ ആളെ കിട്ടുന്നില്ല, VD സതീശൻ വരുന്നിടത്ത് ആളെ കിട്ടുന്നില്ല. അങ്ങനെ നേതാക്കന്മാരെ കാത്ത് പ്രവർത്തകരെ ഇരിക്കുന്നില്ല. പാർട്ടിക്കാർ വണ്ടിയൊക്കെ വിളിച്ച് ആളെ കൊണ്ടുവന്ന് നിറയ്ക്കേണ്ടുന്ന ഒരു അവസ്ഥയുണ്ട്. അവിടെ ഒരു യുവജന നേതാവ് 3 തവണ MLA ആയ ഒരാൾ, അയാൾ വരുമ്പോൾ അയാളെ കാണാൻ വേണ്ടി കാത്തിരിക്കും. ഇതൊരു ജിന്നാണെന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. എന്താണ് എൻ്റെ സംശയം അവിടെയാണ്. അപ്പോൾ എനിക്കൊന്ന് ഉമ്മൻചാണ്ടി സാർ ഒരു വേദിയിൽ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി സാറിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരവിടെ കാണാം. പക്ഷെ എന്നാലും പുലർച്ചയ്ക്കൊന്നും അതിരാവിലെയൊന്നും ആരും വരില്ല. ഇത് ഷാഫി എന്ന് പറയുന്ന ഒരു യൂത്ത് ഐക്കൺ ഞാൻ മനസ്സിലാക്കുന്നതാണ്. ഷാഫി കഴിഞ്ഞ 3 തവണ പാലക്കാട് ജയിക്കുന്നതിന് ശേഷം ഷാഫി വടകരയിൽ മാത്രമല്ല, നമ്മൾ വടകരയെ കുറിച്ച് പറയുമ്പോൾ വടകരയിൽ കഴിഞ്ഞ TP കൊല്ലപ്പെടുന്നതിൻ്റെ മുമ്പ് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് അന്ന് ജയിക്കുന്നത്. TP കൊല്ലപ്പെട്ടതിന് ശേഷം കുറച്ചും കൂടി ഈസിയായി കാര്യങ്ങൾ. അതിനുശേഷം മുല്ലപ്പള്ളി അവിടെ വരുന്നു. മുല്ലപ്പള്ളി പിന്നീട് കേന്ദ്ര സഹമന്ത്രിയൊക്കെ നമുക്ക് സ്വതന്ത്രമായി മത്സരിച്ച വർഷമാണോ? അല്ല, TP കൊല്ലപ്പെടുന്നതിന് TP ഈ CPM രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നു, ഒഞ്ചിയത്ത് പിന്നെ അവർ CPM-നെതിരെയുള്ള നീക്കങ്ങൾ നടത്തുന്നു. ആ ഒരു കാലത്ത് ശരിക്കും RMP ആണ് യഥാർത്ഥത്തിൽ അവരെ ജയിപ്പിച്ചത്. RMP ലീഗും നാദാപുരം കുറ്റിയാടി കേന്ദ്രീകരിക്കുന്ന ലീഗ് കോട്ടകളുണ്ട്. അവരുടെ ഒരു വോട്ട് പോലും വേറെ ആർക്കും പോവില്ല, ഒരു വോട്ട് പോലും പോവില്ല. അതാണ് അവിടെ കാലങ്ങളായിട്ട്. RMP അതുപോലെ തന്നെ RMP CPM പോലെ തന്നെ ഒരു കേഡർ പാർട്ടിയാണ്. അവരും നന്നായി പ്രവർത്തിച്ചു. അതായിരുന്നു അന്ന് മുല്ലപ്പള്ളി അവിടെ ജയിക്കാനുണ്ടായ കാരണം. അതിന് പിന്നാലെ K. മുരളീധരൻ, അതായത് അവിടെ യഥാർത്ഥത്തിൽ പിന്നീട് വിദ്യാ ബാലകൃഷ്ണനെ മത്സരിപ്പിക്കാൻ, യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായ വിദ്യാ ബാലകൃഷ്ണനെ മത്സരിപ്പിക്കാനായിരുന്നു തീരുമാനം. വിദ്യയ്ക്ക് അത് സംബന്ധിച്ച് ഫോൺ കോൾ വരുന്ന സമയത്ത് ഞാനന്ന് DCC ഓഫീസിലുള്ള സമയമാണ്, നമ്മളിത് റിപ്പോർട്ട് ചെയ്യാൻ പോയ സമയത്ത്. അത് പക്ഷേ RMP അതിനെ എതിർത്തു. KK രമയും അതുപോലെ തന്നെ വേണുവും ഹരിഹരൻ ഉൾപ്പെടെയുള്ള RMP നേതാക്കൾ അതിനെ എതിർത്തു. അവർ പറയുന്നത് കരുത്തനായൊരു സ്ഥാനാർത്ഥി വേണം, ശക്തനായൊരു സ്ഥാനാർത്ഥി ഇല്ലാതെ വിദ്യാ ബാലകൃഷ്ണനെ പോലെ ഒരാൾ, അത്രയങ്ങ് പരിചയമില്ലാത്ത ഒരാളെ നിർത്തിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ ഒടുവിലാണ് മുരളീധരൻ്റെ മാസ് എൻട്രി. അത് വലിയ തോതിൽ പ്രവർത്തകർ ഏറ്റെടുത്തു. എനിക്ക് ഓർമ്മയുണ്ട്, അവിടെ മുരളീധരൻ ആദ്യമായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ വാച്ചൊക്കെ പൊട്ടിപ്പോയി. ആ തിരക്കിനുള്ളിൽപ്പെട്ട് വാച്ചൊക്കെ വീണുപോയ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ രീതിയിൽ തന്നെ അയാൾക്ക് സ്വീകരണം നൽകുന്നു. RMP നന്നായിട്ട് പണിയെടുക്കുന്നു, മുസ്ലിം ലീഗ് നന്നായിട്ട് പണിയെടുക്കുന്നു. കോൺഗ്രസ് പണിയെടുക്കുന്നതിനേക്കാൾ ഇവരായിരുന്നു പണിയെടുത്തത്. ഇവരാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ കിങ് മേക്കേഴ്സ്, അതിലൊരു സംശയമില്ല. അല്ല, അതിനകത്ത് വേറൊരു കാര്യം ഞാൻ പറയട്ടെ ചേട്ടാ, ഷാഫി എത്തുമ്പോഴത്തേക്ക് അതിൽ നിന്ന് കുറച്ചും കൂടെ ഞാൻ പറയട്ടെ, ഇതിപ്പോൾ ആളുകൾ വന്നിറങ്ങുമ്പോൾ കിട്ടുന്നൊരു സ്വീകാര്യത പിന്നീട് അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമ്പോൾ, ഞാനൊരു ഉദാഹരണം പറയാം. ഈ പത്തനാപുരത്ത് KB ഗണേഷ് കുമാറിനും പാർട്ടിയും LDFലേക്ക് പോയതിന് ശേഷം ഉണ്ടാകുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് PV ജഗദീഷ് കുമാർ, നമ്മുടെ പ്രിയപ്പെട്ട ജഗദീഷ് ഏട്ടൻ അവിടെ സ്ഥാനാർത്ഥിയായി, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. അദ്ദേഹത്തിന് വാളകം ജംഗ്ഷൻ മുതൽ പത്തനാപുരം വരെ നാഷണൽ ഹൈവേയും MC റോഡും ഒരുപോലെ ബ്ലോക്ക് ചെയ്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒരു സ്വീകരണം കൊടുത്തു. കാരണം അവർക്ക് അത്രത്തോളം വൈരാഗ്യം KB ഗണേഷ് കുമാറിനോടുണ്ട്. കാരണം ഉമ്മൻചാണ്ടി അതുപോലെ കൊണ്ടു നടന്ന ഒരാൾ, ഉമ്മൻചാണ്ടി അതുപോലെ ഉപദ്രവിച്ച ഒരാൾ, അവസാനം കുതുകാല് വെട്ടിയിട്ട് LDFലേക്ക് പോവുക. ഈ ബാലകൃഷ്ണയുടെ മകൻ എന്ന് പറഞ്ഞൊരു മെറിറ്റല്ലാതെ മറ്റൊന്നും ഗണേശൻ ഉണ്ടായിരുന്നില്ല. അവിടുത്തെ പാർട്ടിക്കാരുണ്ടാക്കി കൊടുത്ത മെറിറ്റാണ്, അതായത് കോൺഗ്രസ്സുകാരുണ്ടാക്കി കൊടുത്ത മെറിറ്റാണ്. അപ്പോൾ ഈ ഘടകകക്ഷികളെല്ലാം കൂടി വലിയൊരു സ്വീകരണം അവിടെ കൊടുക്കുകയാണ്. പക്ഷേ പിന്നീട് ജഗദീഷ് വന്ന ആദ്യത്തെ പ്രസംഗം മുതൽ അങ്ങോട്ട് കയ്യിൽ നിന്ന് പണിവാളി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് കിട്ടേണ്ടുന്ന വോട്ടുകൾ കൂടി അവിടെ പോയി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മളത് നേരിട്ട് കണ്ടതാണ്. പക്ഷേ വടകരയിലേക്ക് വരുമ്പോൾ, വടകരയിലെ ഇലക്ഷൻ, ഈ വടകരയിൽ ഈ ഷാഫി വന്ന് ഇറങ്ങുന്ന ദിവസം ഞാൻ അവിടെ ഉണ്ട്. ഞാൻ അവിടെ ഇത് റിപ്പോർട്ട് ചെയ്യാൻ പോയതല്ല, ഞാൻ കണ്ണൂർ ഒരു ഷൂട്ട് കഴിഞ്ഞ് തിരിച്ച് എറണാകുളത്തേക്കുള്ള യാത്രയിൽ അവിടെ ഈ വടകര ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടപ്പുറത്തൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചിട്ട് നല്ല ക്ഷീണം കാരണം ഞാനും എൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒരു വണ്ടി ഓണാക്കി AC ഇട്ട് കിടന്ന് ഉറങ്ങി. ഉണർന്ന് നോക്കുമ്പോൾ നമ്മുടെ വണ്ടി നടുക്ക് കിടക്കുകയാണ്, ചുറ്റും കൊടികളും ഒക്കെ ആയിട്ട് ജനസാ. അപ്പം ഷാഫി പറഞ്ഞ വരുന്നുണ്ടെന്ന് നമുക്കറിയാം, നമ്മൾ എടുക്കണ്ട പോകാം. മറ്റേ വലിയ നമുക്ക് ഒരു MP സ്ഥാനാർത്ഥിയായിട്ട് ഒരാൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രകടനം നമ്മുടെ ഒരു പ്രതീക്ഷയുണ്ടല്ലോ. ഇത് പ്രതീക്ഷയല്ല, തൃശ്ശൂർ പൂരത്തേക്കാൾ വലിയ ജനസഞ്ചയം അവിടെ നിറഞ്ഞു നിൽക്കുന്നു. ഈ തെച്ചിക്കോട്ട് രാമേന്ദ്രൻ വടക്കേ നട തള്ളി തുറന്ന് വരുന്നൊരു വരവുണ്ട്. അതുപോലെയാണ് ഷാഫി അവിടെ വന്ന് ഇറങ്ങിയത്. ആദ്യത്തെ ഒരു വണ്ടിയിൽ വരുമ്പോൾ പ്രവർത്തകരെല്ലാം കൂടി ഷാഫിയാണെന്ന് പറഞ്ഞ് ഓടുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തോളി വെച്ച് ഇവരിങ്ങനെ സീരിയസ്ലി അതിങ്ങനെ കൊണ്ടുപോവാണ്. തൊട്ട് പുറകിലെ PK ഫിറോസിൻ്റെ വണ്ടികൾ, PK ഫിറോസിനെ തോളി വെച്ചിട്ട് വണ്ടി പോകുന്നു. അവസാനം കുറേ സമയത്തിന് ശേഷമാണ് ഷാഫി അവിടേക്ക് വരുന്നത്. ഒരു മണ്ണ് വാരിയിട്ട നിലത്ത് വീഴാത്ത ആളിൻ്റെ ഇടയിലൂടെയാണ് ഷാഫിയുടെ ഈ വണ്ടി സഞ്ചരിക്കുന്നത്. ഒരു
അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കും ഇയാൾ എന്ത് മാജ് കാണിക്കുന്നത്. പിറ്റേ ദിവസം CPM ചെക്ക് വെച്ചു, അടുത്ത വർഷം ചെക്ക് വെച്ച് വനിതകളെയൊക്കെ ഇറക്കിക്കൊണ്ട് വലിയൊരു പ്രകടനം അവരവിടെ കാഴ്ചവെച്ചു. ശൈലജ ടീച്ചറിന് വേണ്ടിയിട്ട് ഒരു പ്രകടനം കാഴ്ചവെച്ചു. പക്ഷേ വോട്ടെണ്ണിയപ്പോഴാണ് സത്യത്തിൽ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്ക് വലിയ അല്ല, അവിടെ ഷാഫി ജയിക്കാൻ തന്നെയാണ് സാധ്യത. ജയിക്കാനുള്ള സാധ്യതയല്ല ചേട്ടാ ഞാൻ പറയുന്നത്. അത്രയും വലിയ അത്രയും ഭരണവിരുദ്ധ വികാരം, പിന്നെ ഷാഫി ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു യൂത്തിനിടയിൽ എടുത്തിരിക്കുന്ന ഒരു സ്വാധീനം, ഇതൊക്കെ ഒരു ഘടകമായി. കാരണം എനിക്കറിയാം പാലക്കാട് ഷാഫി ഉണ്ടായിരുന്ന സമയത്ത് ഈ കൽപ്പാത്തി അഗ്രഹാരം ബ്രാഹ്മൺ ഏരിയ അവിടെയൊക്കെ വലിയ സ്വാധീനമായിരുന്നു. അല്ല, അവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങളും ചെയ്തു. കൽപ്പാത്തി രഥോത്സവ സമയത്ത് അവിടെ കറണ്ട് ഉണ്ടാവാറില്ല, ഇലക്ട്രിക് ലൈനുകളെല്ലാം മണ്ണിനടിയിലൂടെ ആക്കി. പക്ഷേ ഈ ഇടയ്ക്ക് വൈറലായ ഒരു ബൈറ്റാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്. ഷാഫി പറമ്പിൽ ഇവിടെയൊക്കെ ഉണ്ടോ ചേച്ചി എന്ന് ചോദിക്കും. ഷാഫി വരും, ഷാഫി എല്ലാ കല്യാണപ്പരയിലും വരും. അത് കഴിഞ്ഞിട്ട് ഷാഫി എവിടെ കളിയുണ്ടോ അവിടെ ഷാഫി വരും, ഫുട്ബോൾ കളിക്കും പോകും. വികസനമൊക്കെ വികസനമൊന്നുമില്ല, പുള്ളി ഇവിടെ വരത്തേ ഉള്ളൂ. അങ്ങനെ അല്ല സത്യത്തിൽ. ആണോ പാലക്കാട് പ്രവർത്തിച്ച നമ്മളൊരു MLA ഒരു ലിമിറ്റേഷൻ നമ്മൾ മനസ്സിലാക്കും. MLAക്ക് വലിയ വികസനം ഒന്നും കൊണ്ടുവരാൻ കഴിയില്ല. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കൊണ്ടുവരുന്ന അത്ര പോലും വലിയൊരു വികസനം. MLA ഫണ്ടുകളുണ്ട്, ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കാര്യക്ഷമമായിട്ട്, അല്ലാതെ MLAക്ക് ഓൾറൗണ്ട് ആ മണ്ഡലം ഓടി ചോദിക്കുന്നത് മൊത്തം കൊടുക്കാനൊന്നും കഴിയില്ല. പക്ഷേ MLAക്ക് കഴിയും. MLAക്ക് അതിനുള്ള ഫണ്ടുണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ട് അത് കൃത്യമായി പരിധി. അവിടെ ഷാഫിക്കെതിരെ വേറെ അവിടെ എതിർപ്പ് ഉള്ളതായിട്ട് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ല, ഈ ബ്രാഹ്മൺസിന്റെ അവിടെയൊക്കെ ക്ഷേത്രത്തിന്റെ മറ്റു പരിപാടികൾ എന്തുണ്ടെങ്കിലും ഷാഫി അവിടെ ഷാഫി ആദ്യ തവണ MLA ആയപ്പോൾ മാത്രമാണ് UDF ഭരണത്തിലിരുന്നത്. പിന്നെ 2 തവണ UDF അല്ല ഭരണത്തിൽ. പാലക്കാട് മെഡിക്കൽ കോളേജൊക്കെ യാഥാർത്ഥ്യമൊക്കെ ഉമ്മൻചാണ്ടിയൊക്കെ കൂടെ നിന്ന കഥയൊക്കെ ഷാഫി പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചോദ്യം, ഷാഫി കിങ് അല്ല കിങ് മേക്കർ ആണെന്നാണ് പറയുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിപ്പിച്ചതോടെ അദ്ദേഹം അത് അരക്കിട്ട് ഉറപ്പിക്കുകയാണ്. ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന നേതാവ്, ഉമ്മൻചാണ്ടിയുടെ മകൻ, അദ്ദേഹത്തിൻ്റെ പുതുപ്പള്ളി തിരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. ഞാൻ ഫുൾ ടൈം പുതുപ്പള്ളിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ആ സമയത്ത് ഈ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ എങ്ങനെയാണ് അവിടെ പ്രവർത്തിച്ചതെന്നുള്ളത് നമ്മൾ കണ്ടത്. പക്ഷെ തിരിച്ച് അവർക്കൊരാവശ്യം വന്നപ്പോൾ ചാണ്ടി ഉമ്മൻ അനാവശ്യമായ വിവാദങ്ങളൊക്കെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഒരൊറ്റ വാചകമേ പറഞ്ഞുള്ളെങ്കിലും അത് കുറിക്കുള്ളതൊരു വാചകമാണ്. ഉമ്മൻചാണ്ടി സാറിൻ്റെ 1ാം ചരമവാർഷികത്തിന് അവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ഷാഫിക്കും രാഹുലിനും എതിരെ ഒളിയം പെയ്തുകൊണ്ട് പ്രസംഗിക്കുകയും ചെയ്തു. സത്യത്തിൽ ഉമ്മൻചാണ്ടിക്ക് പ്രിയങ്കരനായിരുന്നു ഈ പറയപ്പെടുന്ന ഷാഫി പറമ്പിൽ. തിരിച്ചും ഒരു അസൂയ ഈ ചാണ്ടി ഉമ്മനിൽ കടന്നു. ചാണ്ടി ഉമ്മന് ആ ഒരു ലെവലിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ, നമുക്ക് അറിയാം. ഷാഫി കഴിയില്ല. അത് ചാണ്ടി ഉമ്മ മാത്രമല്ല, ഷാഫി ആണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് എത്താൻ പറ്റും തോന്നുന്നു. എനിക്ക് തോന്നുന്നില്ല ഷാഫിയുടെ ഒരു നിലവാരത്തിലേക്ക്. കാരണം നിലവാരമല്ല, ഷാഫി ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഷാഫിയുടെ ഒരു ഫാൻസ് ഉണ്ട്. പിന്നെ അവിടെ ഷാഫിയുടെ ഇടപെടലുകൾ, കാരണം റീൽസുകൾ ചെയ്യുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. ആളുകളുമായിട്ട്, ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ അവരോട് ഇടപെടുന്നത്, മാധ്യമപ്രവർത്തകരോട് ഇടപെടുന്നത്. ഷാഫി പോകുന്ന സമയത്ത് ഓർമ്മയുണ്ടോ, പാലക്കാട് നിന്ന് ഒരു സംഘം ആളുകൾ കരഞ്ഞിരുന്നു. കുറെ നാടക പ്രവർത്തകരൊക്കെ ആയിരുന്നു. എന്നാൽ പോലും ഷാഫി അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ മിടുക്കനാണ്. ഞാൻ അതിനകത്ത് ഒരാളോട് ചോദിച്ചു, അവരൊക്കെ നാടക പരിപാടികളൊക്കെ പോകുന്ന ആളുകളൊക്കെ ഉണ്ട്, അതിനകത്തൊരു ചേച്ചി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യാൻ ഷാഫിക്ക് രാഷ്ട്രീയം അറിയാം. പുതിയ കാലത്തെ രാഷ്ട്രീയം അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. മാത്രമല്ല ഞാൻ പറയാം, ഈ പുതുപ്പള്ളി അത് പറഞ്ഞപ്പോഴേ, പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് സമയത്ത് യൂത്ത് കോൺഗ്രസിന്റെ UDYFന്റെ ഒരു പരിപാടി നടക്കുക, UDYFന്റെ പരിപാടി. അവിടെ ഞാൻ ബൈറ്റ് എടുക്കാൻ ചെയ്തു. അപ്പോൾ ചാണ്ടി ഉമ്മനോട് നമ്മൾ ബൈറ്റ് എടുത്തു. അപ്പോൾ അതുവരെയും നമ്മളെക്കുറിച്ചുള്ള ആരോപണം, നമ്മൾ ചാണ്ടി ഉമ്മൻ്റെ നിന്ന് പൈസ മേടിച്ചിട്ട് ഇയാളെ വിജയിപ്പിക്കാൻ നിൽക്കുന്നു എന്ന രീതി. കാരണം അവിടെ ചാണ്ടി ഉമ്മനെ ജയിക്കും, അത് പറഞ്ഞല്ലേ പറ്റൂ, അത് ആ ഫാക്റ്റാണ്. അപ്പം ഇതിങ്ങനെ, അപ്പോൾ ചാണ്ടി ഉമ്മൻ പോലും നമ്മുടെ അടുത്ത് മൈക്കിങ്ങനെ നോക്കിയിട്ട്, നിങ്ങളും ഇടതുപക്ഷക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ചാനലല്ലേ, ഞാനത് പബ്ലിഷ് ചെയ്തിട്ടില്ല, നിങ്ങളൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ അങ്ങനല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞാൽ ശരിയാ, ഇലക്ഷൻ്റെ തിരക്കൊക്കെ കഴിയുമ്പോൾ ചാനലൊന്ന് നോക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ തിരിഞ്ഞടക്കുമ്പോൾ ചാണ്ടി ഉമ്മ ചുമ്മാ പറഞ്ഞാലും പറഞ്ഞിട്ട് തോളത്ത് കെട്ടിയിട്ട് വണ്ടി കയറിപ്പോയി. അത് കഴിഞ്ഞ് ഞാൻ ഷാഫി പറമ്പിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഷാഫി പറമ്പിൽ എല്ലാവരും ഉണ്ട്. UDYFിൻ്റെ നേതാക്കന്മാർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു, ഷാഫിക്ക് ഒരു ബൈറ്റിന് വേണ്ടി വന്നതാണ്. പുള്ളി ഈ കയ്യിലൊരു പിടുത്തം പിടിച്ചു, എൻ്റെ ഈ മൈക്കിരിക്കുന്ന കയ്യിലൊരു പിടുത്തം പിടിച്ചു. എന്നിട്ട് പുള്ളി ഒരു അരമണിക്കൂർ ഈ പിടിവിടാതെ ബാക്കിയുള്ളവരോട് സംസാരിക്കുകയാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ പിണക്കി വിടരുത് എന്നുള്ളത് അദ്ദേഹത്തിന് വേണം, പക്ഷേ ഈ സംസാരിക്കുകയും വേണം. ഈ പിടിച്ചേക്കുന്ന പിടിയിൽ നമ്മളത് വിട്ടിട്ട് പോവില്ല. ആ ബൈറ്റ് എടുക്കാതെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലൊരു ദേഷ്യവും ഇവനൊരു ജാടയാണെന്നുള്ളൊരു തോന്നലുണ്ടാവുമല്ലോ. എല്ലാം കഴിഞ്ഞ് ബൈറ്റും എടുത്ത് വളരെ രസകരമായി സംസാരിച്ച് തോളത്തും കൈ കേട്ട് കഴിച്ചോ എന്നും ചോദിച്ചിട്ടാണ് പുള്ളി പോയത്. അപ്പോൾ ഒരു മാധ്യമപ്രവർത്തകരോട് ഇടപെടുന്നൊരു രീതി, നമ്മളെ കാഫിർ വിവാദം വന്നല്ലോ വടകര, അത് യഥാർത്ഥത്തിൽ അതൊരു അങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കിയതാണ് എന്നുള്ളതാണ്. അത് CPMലെ തന്നെ ഒരു വിഭാഗത്തിലേക്കാണ് അത് പോകുന്നത്. അന്വേഷണമൊന്നും ഇവിടെ എത്തിയിട്ടില്ല, എത്താനൊന്നും സാധ്യതയല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അത്രയും കളിച്ചിരിക്കുന്ന ആളുകളൊക്കെ അങ്ങനത്തെ ആളുകളാണ്. അപ്പോൾ ആ സമയത്ത് ഷാഫി വളരെ വികാരധീനായി. ഷാഫിക്ക് ഭയങ്കര കരച്ചിൽ വന്നൊരു സംഭവം. കാരണം ഈ ലീഗിൻ്റെ ഒരു ഭാഗത്തുനിന്ന് അങ്ങനെ, കാരണം ഷാഫി ജയിക്കും, നല്ലൊരു
ആ വിവാദം കൊണ്ടൊക്കെയാണ് ഷാഫിക്ക് കൂടുതൽ വോട്ട് കിട്ടിയെന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എങ്കിൽ പോലും ആ സമയത്ത് ചില മാധ്യമങ്ങളെങ്കിലും ഷാഫിയെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന പാലക്കാട് പെട്ടി വിവാദം വന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ 5000 വോട്ട് കൂടുതൽ കൂടുതൽ ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുകയും പിന്നെ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ മാത്രം ഷാഫിയോട് ചോദിക്കുകയും ഒക്കെ. ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണം, മാധ്യമപ്രവർത്തകർ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ, നമുക്ക് നല്ല ഉത്തരം, നമ്മൾ ആഗ്രഹിക്കുന്ന ഉത്തരമല്ല, കൃത്യമായ ഉത്തരം കിട്ടാനുള്ള ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് മാധ്യമപ്രവർത്തനമാണ്, അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കണം. പക്ഷേ ചോദ്യങ്ങളൊന്നും അങ്ങനെ ആയിരുന്നില്ല. ഷാഫിയെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കുത്തിത്തിരിപ്പിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കി. ഷാഫിക്ക് അതെല്ലാം വളരെ തന്ത്രപൂർവ്വം ആരോടും കൂടുതൽ വൈകാരികമല്ലാത്ത രീതിയിൽ അതിവൈകാരികമായി പ്രതികരിക്കാതെ ഷാഫി വളരെ സിമ്പിളായി, ഷാഫിയുടെ ഗുണമാണ് ഷാർപ്പായി അത് സംസാരിക്കാൻ അറിയാം, ആരോട് എന്ത് എങ്ങനെ എപ്പോൾ അറിയാം. വടകരയിൽ ഇറങ്ങിയ ആദ്യത്തെ പ്രസംഗമാണ്. അതായത് അവർ കൃത്യമായി ടീച്ചറമ്മ എന്ന ലേബലിൽ ശൈലജ ടീച്ചറിനെ അവിടെ ലേബൽ ചെയ്യുമെന്ന് മനസ്സിലാക്കുകയും ഈ ടീച്ചറമ്മ എന്ന് പറയുന്ന സാധനത്തെ അടിച്ച് നശിപ്പിക്കുന്ന ഒരു പ്രശ്നമാണ്. അത് ശൈലജ ടീച്ചറെ അവർ കുറ്റം പറഞ്ഞില്ല. ടി.പി. ചന്ദ്രശേഖരന്റെ അമ്മ ആയ അധ്യാപികയെ പറ്റി പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയ വൈകാരികമായ ഒരു പ്രസംഗമുണ്ട്, വൈറലായ പ്രശ്നം. കാരണം ഷാഫിക്ക് കൃത്യം അവിടെ നോക്കും, അവിടെ യൂത്ത് കോൺഗ്രസിന്റെ കൊടിയേക്കാൾ കൂടുതൽ കണ്ടത് യൂത്ത് ലീഗിന്റെ കൊടിയോ RMPയുടെ കൊടിയോ ആണ്. ആ വടകരയിലെ ആ സ്വീകരണ പരിപാടിയിൽ ഷാഫി കൃത്യമായി ആ പൾസ് മനസ്സിലാക്കി സംസാരിച്ചു. ആ ഒരു കഥ പറഞ്ഞ രീതി, ഒരുപക്ഷെ ഒരു നല്ല സ്ക്രിപ്റ്റ് റൈറ്റർ പോലും അങ്ങനെ ഒരു കഥ പറയാൻ പറ്റില്ല. ആ ടീച്ചറമ്മ പിന്നെ തുന്നിക്കെട്ടിയ ശരീരവുമായി ആ കണ്ണു കാണാൻ വയ്യാത്ത അമ്മയുടെ മുന്നിലേക്ക് തൻ്റെ മകന്റെ ശവശരീരം വന്നപ്പോൾ മുഖത്ത് തപ്പി നോക്കിയിട്ട് അമ്മ പറഞ്ഞു, ഇതെന്റെ മകനല്ല, കാരണം അമ്മയ്ക്ക് കാണാൻ കഴിയില്ല, മുഖം അത്രയ്ക്ക് വികൃതമാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ആ അമ്മയാണ് വടകരയുടെ ടീച്ചറമ്മ എന്ന് പറഞ്ഞ് വൈകാരികമായി പറയുന്ന ഒരാൾ. എന്തായാലും ഇനി ഒരു കൂട്ടരെങ്കിലും അവിടെ ഇവിടെ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. വി ഡി സതീശൻ ലോക്സഭയിലേക്ക് ഷാഫി പറമ്പിലിനെ പറഞ്ഞുവിട്ട് കേരളത്തിൽ സേഫാക്കി വെച്ചതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഷാഫിക്ക് ഒരു മുഖ്യമന്ത്രി ഒന്നും എന്തായാലും ഷാഫി ആവില്ലല്ലോ. ഇനിയിപ്പോ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊന്നും ഷാഫി വരില്ല, ഒരു മന്ത്രി ആവാൻ സാധ്യതയുള്ള ആളാണ്. ഷാഫിക്ക് കൃത്യമായ ഒരു ഓഫർ ലഭിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും വടകര, ഇനിയിപ്പോൾ അടുത്ത 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്ന് രാജിവെച്ച് അയാൾ മത്സരിക്കാനൊന്നും സാധ്യതയില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അയാൾക്ക് അതനുസരിച്ചുള്ള ഒരു കൃത്യമായ ഒരു ഓഫർ ലഭിച്ചിട്ടുണ്ടാവണം എന്നുള്ളത് ഇപ്പം സുധാകരൻ KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിയുമ്പോൾ യുവജനങ്ങൾക്ക് അത് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞ വലിയ രീതിയിലുള്ള കോലാഹലങ്ങൾ നടന്നു. എന്തായാലും സുധാകരൻ ഒഴിയാനും പോകുന്നില്ല, അവിടെ അങ്ങനെ പുതിയൊരു പോസ്റ്റിംഗ് വരാനും പോകുന്നില്ല തൽക്കാലം. പക്ഷേ പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഭരണചക്രത്തിൻ്റെ നേതൃസ്ഥാനത്തേക്ക് ഷാഫി പറമ്പിൽ വരുന്നൊരു കാലം അധികം വിദൂരമല്ല. കാര്യം ഇപ്പോൾ മുന്നിൽ നിൽക്കുന്ന ഒരു 2ാം നിരയും 3ാം നിരയും ഒക്കെ ഉണ്ടല്ലോ. എല്ലാ നിരയും ഇപ്പം കോൺഗ്രസിൽ ശക്തമാണ്. പക്ഷേ ഇടതുപക്ഷത്തിന് ഇല്ലാത്തതിനേക്കാൾ പവർഫുള്ളായ നേതാക്കന്മാർ കോൺഗ്രസിനുണ്ട്. പിന്നീട് കണ്ടറിയണം, ഷാഫിയുടെ പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ചായിരിക്കും ബാക്കിയുള്ള സ്ഥലം. ഈ വടകര എന്ന് പറയുമ്പോൾ നമ്മൾ ഇടതിൻ്റെ കോട്ടയാണ്. ഇനി അങ്ങനെ പറയാൻ കഴിയില്ല. നമ്മളെല്ലാ പ്രാവശ്യവും പറയും ഇടതിന് വലിയ സ്വാധീനമുള്ളതാണ്, ഇടത് കോട്ടയാണ്. ഇടത് കോട്ടയായിരുന്നത് അത് നമ്മളിങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓരോ മണ്ഡലം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അതിപ്പോൾ ഈ വടകര ലോക്സഭാ മണ്ഡലം നിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ ഇപ്പോൾ തലശ്ശേരിയൊക്കെ അതിനകത്ത് ഉൾപ്പെടുന്ന സ്ഥലങ്ങളുണ്ട്. കൂത്തുപറമ്പ് വരുന്നുണ്ട്, കൂത്തുപറമ്പിൻ്റെ കുറച്ച് ഒരു ഭാഗം വരുന്നുണ്ട് തോന്നുന്നു, ഒരു തലശ്ശേരി വരുന്നുണ്ട്. ഇങ്ങനെ ചില ഈ ഭാഗങ്ങളെല്ലാം തന്നെ CPM വലിയ സ്വാധീനമുള്ള സ്ഥലങ്ങളാണ്. CPIക്ക് പോലുമല്ല, CPM അതെല്ലാം തകർന്ന് തരിപ്പണാവുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഷാഫിയിൽ നിന്ന് നമ്മൾ മറ്റൊരാളെ കൂടി മനസ്സിലാക്കേണ്ടത് വിജയരാഘവനാണ്. വിജയരാഘവൻ പാലക്കാട് മത്സരിച്ച സമയത്ത് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നം, ഇവരൊക്കെ ഇപ്പോൾ ഇളമരം കരീം കോഴിക്കോട് മത്സരിച്ചു അതേ സമയത്ത്. ഇളമരം കരീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ മനുഷ്യന്മാരെ ഒന്നും കണ്ടു കഴിഞ്ഞാൽ ഇവർ സംസാരിക്കില്ല, ചിരിക്കില്ല എന്നുള്ളൊരു ആക്ഷേപം ഇവർക്കെതിരെ ഉണ്ട്. ഷാഫി അതല്ലല്ലോ. ഷാഫി വഴി കൂടെ പോകുന്നുണ്ടെങ്കിൽ കുട്ടികളോട് വരെ ഉണ്ട്, ഷാഫിൻ്റെ പോക്കറ്റിൽ മിഠായി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കും. CPMന്റെ പ്രശ്നം എന്താണെന്നറിയോ? CPMന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയെന്ന് വെച്ചോ, അവൻ അന്നേരം ചിന്തിക്കുന്ന ഒരു ഇന്നോവ ക്രിസ്റ്റ വാങ്ങുന്നതിനെ പറ്റിയാണ്. ക്രിസ്റ്റ സംസ്കാരമുണ്ട്, കട്ടൻ ചായ പരിപ്പോട സംസ്കാരം വിട്ടു, ഇന്നോവ ക്രിസ്റ്റ. CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് സ്വിഫ്റ്റ് കാർ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് സാധാ ഇന്നോവ, ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്ക് ക്രിസ്റ്റ. ഇതുണ്ടാവണം നിർബന്ധമാണ്. ഇപ്പോൾ കൊല്ലത്തൊരു 1-2 നേതാക്കന്മാരെ പൂട്ടിയിട്ടില്ലേ? ഇവരൊക്കെ വരുന്നതും ഇവർ വന്നിരിക്കുകയൊക്കെ ചെയ്യുന്ന ഭാവം കണ്ടു കഴിഞ്ഞിട്ടുണ്ടല്ലോ. സോംപ്രസാദ് സഖാവും രാജഗോപാൽ സഖാവും ഒക്കെ ഇവരെ പൂട്ടിയിട്ടതുകൊണ്ടാണ് ആ പേര് പറഞ്ഞു കേട്ടോ. എല്ലാ സഖാക്കന്മാരും ഇങ്ങനെ തന്നെയാണ്. ഇവരൊക്കെ ഒരു വീടുകളിലൊക്കെ വന്ന് ഇവരെന്തോ രാജ്യം കീഴടക്കിയ ചക്രവർത്തിമാരെ പോലെ. നിങ്ങൾ തൊഴിലാളി പാർട്ടിയുടെ നേതാവാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ ഏത് നേതാവാണ് ഇന്നത്തെ കാലത്ത് അങ്ങനെ ചെയ്തത്? ഈവൻ പ്രതിപക്ഷ നേതാവിനെ പോലും എടുക്കും. വി ഡി സതീശൻ ഞാൻ അങ്ങനെ വെള്ളപൂശമല്ല. അദ്ദേഹം പോലും ഒരിടത്ത് വന്നാൽ എല്ലാവരോടും സംസാരിച്ച് കഥ പറഞ്ഞ കാര്യം പറഞ്ഞിട്ടൊക്കെ പോകും. ഉമ്മൻചാണ്ടി സാറിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ പോലും അദ്ദേഹം, എനിക്ക് തോന്നുന്നു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിനാണ് സജീവമായിട്ട് 1-2 വേദികളിലൊക്കെ വന്നു പോയത്. സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു, എന്നാൽ പോലും അദ്ദേഹം വന്നുപോയി. അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് ഒരു കാര്യം സംസാരിക്കാൻ ചെന്ന് അദ്ദേഹം ആളുകളെ വിട്ട് സംസാരിക്കുന്ന ഒരു രീതിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാ ആളുകളും അങ്ങനെ തന്നെയാണ്. CPM എന്തിനാണ് ഈ മസൽ വിടുന്നത്? ഈ അധികാരം രാഷ്ട്രീയ പാർട്ടികളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഘടനകളെ ദുഷിപ്പിക്കും എന്നുള്ളത്. അമിതാധികാരം എന്ന് പറഞ്ഞാൽ 2ാം തവണയും ലഭിക്കുന്നതോട് കൂടിയിട്ട് അമിതമായ അധികാരം.
മാത്രമല്ല മന്ത്രിമാരിലൊന്നും അത്ര മികച്ച പെർഫോമൻസ് ഉള്ള ആളുകൾ വളരെ അപൂർവം കുറച്ച് പേരല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ എന്തായാലും സി പി എമ്മിനകത്തുണ്ട്. പക്ഷേ ഷാഫിയിലേക്ക് നമ്മൾ വീണ്ടും വരുമ്പോൾ ഈ ഷാഫിയെ മറ്റുള്ള ഇപ്പോൾ സി പി എമ്മിൻ്റെ നല്ല ആളുകളുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കേട്ടോ. നല്ല സ്ഥാനാർത്ഥികളുണ്ട്, നല്ല ആളുകളോട് ഇടപെടാൻ കഴിയുന്ന ആളുകളുണ്ട്, എല്ലാവരും അങ്ങനെയാണെന്നല്ല. പക്ഷേ ഇങ്ങനെ ഇപ്പോൾ ഈ വിജയരാഘവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, ഞാൻ വ്യക്തിപരമായിട്ട് അദ്ദേഹമായിട്ട് സംസാരിച്ചാണ്. അദ്ദേഹം ഒരു മോശക്കാരനോ വ്യക്തിപരമായിട്ട് അയാൾ നല്ല മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ആളുകളുമായിട്ടുള്ള ഒരു ഇടപെടൽ, ആളുകൾക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പാർട്ടി ധാർഷ്ട്യം, അല്ല വ്യക്തി എന്നുള്ള ഒരു പാർട്ടിയുടെ ഒരു ധാർഷ്ട്യത്തിൻ്റെ ഒരു വേലി കെട്ടിയിരിക്കുകയാണ് ധാർഷ്ട്യം കൊണ്ട്. ആ ഒരു സാധനം അവർക്കിടയിലുണ്ട്. ഇപ്പോൾ ഇളമരമൊക്കെ മത്സരിച്ച സമയത്ത് തന്നെ സി പി എമ്മിൽ തന്നെ ഒരു വിഭാഗം ഇളമരത്തിന് വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്തൊക്കെ ആ ഒരു ഡിവിഷനൊക്കെ നല്ല സി പി എമ്മിനൊക്കെ വലിയ സ്വാധീനമുള്ള സ്ഥലമാണ് കോഴിക്കോട്. അപ്പോൾ അവിടെ നിന്നൊക്കെ സംസാരിക്കും നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഇതാണ് ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ നിന്നൊക്കെ ഒരു വ്യത്യസ്തനായി മാറുകയും ഷാഫി വീണ്ടും വീണ്ടും വിജയത്തിലേക്ക് എത്തുകയും സി പി എം കുടുംബങ്ങളിൽ നിന്ന് പോലും ഷാഫിക്ക് വോട്ട് കിട്ടുകയും കെ രമ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സി പി എമ്മിൻ്റെ ചിലപ്പോൾ തലമുതിർന്ന നേതാക്കന്മാരുടെ വീട്ടിൽ നിന്ന് പോലും ഷാഫിക്ക് വോട്ട് കിട്ടിയിട്ടുണ്ടാവും എന്നുള്ള ഈ ഒരു വിഷയം സംസാരിച്ച തീരാത്തൊരു വിഷയമാണ്. നമുക്ക് ഷാഫി പറമ്പിൽ ആയില്ലെങ്കിൽ പോലും യുവനിര അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തുന്ന ഒരു നല്ല കാലം കോൺഗ്രസിന് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.